നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫൈനലുകൾ കളിച്ചതാരാണ്? നമ്മൾ ആ കണക്കൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് വേൾഡ് കപ്പ്, അണ്ടർ-20 വേൾഡ് കപ്പ്, അണ്ടർ-17 വേൾഡ് കപ്പ്, ഫുട്സാൽ വേൾഡ് കപ്പ്, ബീച്ച് സോക്കർ വേൾഡ് കപ്പ്, ഒളിമ്പിക് ഫുട്ബോൾ. ഇതെല്ലാം ഫിഫ അംഗീകരിച്ചതാണ്. അത് ഫുട്സാലാണെങ്കിലും ബീച്ച് സോക്കർ ആണെങ്കിലും ഒക്കെ ഫിഫ അംഗീകരിച്ചാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ഫുട്ബോളിൻ്റെ എല്ലാ കാറ്റഗറികളിലുമായി ഏറ്റവും അധികം ഫൈനൽസ് കളിച്ചിട്ടുള്ളത് ആരാണ്? ഒന്നാം സ്ഥാനത്ത് ബ്രസീൽ തന്നെയാണ്. 42 ഫൈനലുകളാണ് എല്ലാ കാറ്റഗറികളിലുമായി അവർ കളിച്ചിട്ടുള്ളത്. രണ്ടാമത് അർജൻറ്റീന 21 ഫൈനലുകൾ. മൂന്നാമത് നോക്കുക, ബ്രസീലിൻ്റെ പകുതിയാണ് അർജൻറ്റീന, അതാണ്. അതിനും താഴെ സ്പെയിന് 18 ഫൈനലുകൾ, ജർമ്മനി 15 ഫൈനലുകൾ, ഇറ്റലി 12 ഫൈനലുകൾ. അപ്പോൾ ഈ ടീമുകൾ ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ വമ്പന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഇനി നോക്കുക, നൈജീരിയ 12 ഫൈനലുകൾ. യെസ്, നൈജീരിയ അങ്ങനെ സീനിയർ ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ജൂനിയർ ഫുട്ബോളിലും മറ്റുമൊക്കെ, അതായത് ഏജ് വൈസ് കാറ്റഗറിയിലൊക്കെ അവർ മികച്ച പ്രകടനം നടത്താറുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. പിന്നെ ഫ്രാൻസ് നൈജീരിയക്ക് പുറകിലാണ്, 11 ഫൈനലുകളാണ് അവർ കളിച്ചത്. ഉറുഗ്വായ് 9 ഫൈനലുകൾ, റഷ്യ 9 ഫൈനലുകൾ. അത് USSR കൂടി, അതായത് ഇന്നത്തെ റഷ്യ ഉണ്ടാകുന്ന USSR പല കഷ്ണങ്ങളായിട്ടാണല്ലോ. അപ്പോൾ മുമ്പത്തെ USSRൻ്റെ കണക്കുകൾ കൂടി ചേർത്താണ് ഈ 9 എന്ന് പറയുന്നത്. പോർച്ചുഗൽ 8. യെസ്, ഈ 8 എന്ന രൂപത്തിലേക്ക് പോർച്ചുഗൽ ഇന്നലെ മാറിയതാണ്. അതുവരെ 7 ആയിരുന്നു. ഇന്നലെ അവർ ഫൈനൽ കളിച്ചു. അണ്ടർ-17 വേൾഡ് കപ്പിൽ അവർ കിരീടം ചൂടി. 7 നോക്കുക, ഘാന 8, മറ്റൊരു ആഫ്രിക്കൻ കരുത്തർ. ദെൻ മെക്സിക്കോയും 7 ഫൈനലുകൾ കളിച്ചത്. ഹംഗറി 6 ഫൈനലുകൾ കളിച്ചപ്പോൾ ഇംഗ്ലണ്ട്, ലോക ഫുട്ബോളിലെ വമ്പൻ ടീമായിട്ട് പരിഗണിക്കുന്ന ടീമുകളിലൊന്നായ ഇംഗ്ലണ്ട് വെറും 6 തവണയാണ് ഈ പറഞ്ഞ കാറ്റഗറികളിലെല്ലാം കൂടി ഫൈനൽ കളിച്ചിട്ടുള്ളത്. സെർബിയ എന്ന് പറയുമ്പോൾ നേരത്തെ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 6 ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. ചെക്ക് റിപ്പബ്ലിക്ക്, അത് ചെക്കോസ്ലാവാക്കിയ ആണല്ലോ പിന്നീട് ഇപ്പം സെച്ചിയ ഒക്കെ ആയി മാറിയിട്ടുള്ളത്. അപ്പം 5 ഫൈനലുകളാണ് അവർ കളിച്ചിട്ടുള്ളത്. ദെൻ സ്ലൊവാക്യ, അതും നേരത്തെ ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒക്കെ ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെക്കോസ്ലാവാക്കിയയുടെ ഭാഗമായിരുന്നു, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അല്ല, ചെക്കോസ്ലാവാക്കിയയുടെ ഭാഗമായിരുന്നു. അവർ 4 ഫൈനലുകൾ. ദെൻ നെതർലൻഡ്സ് 4 ഫൈനലുകൾ, സ്വിറ്റ്സർലൻഡ് 3 ഫൈനലുകൾ, പോളണ്ടും ഡെൻമാർക്കും 3 വീതം ഫൈനലുകൾ, സ്വീഡൻ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, താഹിതി, ഓസ്ട്രിയ ടീമുകൾ 2 ഫൈനലുകൾ, ക്രൊയേഷ്യ, യുക്രൈൻ, സൗത്ത് കൊറിയ, ഖത്തർ, വെനിസ്വേല, സൗദി അറേബ്യ ടീമുകൾ ഓരോ ഫൈനലുകളും കളിച്ചിട്ടുണ്ട്. ഇതാണ് കണക്ക്. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമാണ്, ബ്രസീലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ വലിയ ആധിപത്യം പുലർത്തുന്നത്. തൊട്ടുപുറകിലാണ് അർജൻറ്റീനയും സ്പെയിനും ജർമ്മനിയും ഒക്കെ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.